എന്തിനാ ചേച്ചിയമ്മേ വിവാഹം കഴിക്കുന്നത്? ചേച്ചിയമ്മ ഹാപ്പിയാണോ വല്യച്ഛനുമായുള്ള ജീവിതത്തിൽ? അപ്രതീക്ഷിതമായി മൃദുലയുടെ ചോദ്യങ്ങൾ കേട്ട് ഞാനൊന്ന് ഞെട്ടി. എന്തൊക്കെയാണ് ഈ കുട്ടി ചോദിക്കുന്നത്? ഇപ്പോഴത്തെ കുട്ടികളുടെ ഓരോ കാര്യങ്ങൾ. മൃദുല എൻ്റെ അനിയത്തിയുടെ മകളാണ്. മൃദു എന്നാണ് ചെല്ലപ്പേര്. നഗരത്തിലെ പ്രശസ്ത കോളേജിൽ നിന്ന് MBA പഠനം കഴിഞ്ഞു. ക്യാമ്പസ് സെലക്ഷൻ കഴിഞ്ഞ് തരക്കേടില്ലാത്ത ജോലിയുണ്ട്. കല്യാണാലോചന തകൃതിയായി നടക്കുന്നു. ഈയിടെ വന്ന ഒരാലോചന വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു. അവളുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു കുട്ടി. ഇത് കേട്ടപ്പോൾ അനിയത്തി ഊർമിളയ്ക്ക് ഒരു സംശയം. ഇനി കുട്ടിയുടെ മനസ്സിൽ വല്ലവരും ഉണ്ടോ? അതൊന്നറിയാനാണ് തന്നെ വിളിച്ചു വരുത്തിയേക്കുന്നത്. മൃദു ചെറുപ്പം മുതലേ ചേച്ചിയമ്മയുടെ കണ്ണിലുണ്ണിയാണ്. തനിക്ക് 2 ആൺകുട്ടികളായതിനാൽ മൃദുവിനെ കൊഞ്ചിക്കുന്ന കാര്യത്തിൽ ഒരു പിശുക്കും കാണിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അവൾ ചേച്ചിയമ്മയുമായി മനസ്സ് തുറക്കുമെന്നാണ് അനിയത്തിയുടെ വാദം. അവൾ തന്നെ ചേച്ചി എന്ന് വിളിക്കുന്നത് കേട്ടാണ് മൃദു ചേച്ചിയമ്മ എന്ന് വിളിച്ചു തുടങ്ങിയത്. മുതിർന്നപ്പോൾ വല്യമ്മ വിളി വേണ്ടെന്നും ചേച്ചിയമ്മ മതിയെന്നും പിന്നീട് അവൾ അങ്ങ് തീരുമാനിക്കുകയും ചെയ്തു. ചേച്ചിയമ്മ എപ്പോൾ എത്തി എന്ന് ചോദിച്ചുകൊണ്ട് മുറിയിലേക്ക് വന്ന മൃദുവിനെ കയ്യിലിരുന്ന ചായ ഊതി കുടിക്കുന്നതിനിടയിൽ ഞാൻ തിരിഞ്ഞു നോക്കി. ഭംഗിയായി ഷേപ്പ് ചെയ്ത പുരികക്കൊടികൾക്ക് താഴെ നീണ്ടു വിടർന്ന കണ്ണുകൾ, ഇടയ്ക്കിടെ മുൻപിലേക്ക് വീഴുന്ന മുടിയിഴകളെ അലസമായി മാടി ഒതുക്കുന്ന പോളിഷിട്ട നീണ്ട കൈവിരലുകൾ, ഇളം നീല ജീൻസും തവിട്ട് കളർ ടോപ്പും അവൾക്ക് നന്നായി ചേരുന്നു. ആരെയും കൂസാത്ത ഭാവം. അവൾ അവിടെ എത്തിയപ്പോൾ ഏതോ വിദേശ പെർഫ്യൂമിൻ്റെ ഗന്ധം ഉയർന്നു. മോൾ വന്നല്ലോ. ചേച്ചിയമ്മയുടെ പുന്നാരക്കുട്ടി, വരൂ, ഇങ്ങടുത്ത് വന്നിരിക്കൂ എന്ന് പറഞ്ഞ് അവളെ പിടിച്ച് സോഫയിലിരുത്തി. എങ്ങനെ കാര്യം അവതരിപ്പിക്കുമെന്നായി ചിന്ത. അവൾ അപ്പോഴേക്കും ചാടിക്കയറി പറഞ്ഞു, ചേച്ചിയമ്മയ്ക്ക് എന്നോടെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ അമ്മ. എൻ്റെ മുൻപിലിരുന്ന മിക്സർ ഒരു സ്പൂണെടുത്ത് വായിലേക്ക് ഇട്ടുകൊണ്ട് അവൾ ചോദിച്ചു. മുഖപുരയുടെ ആവശ്യമില്ലല്ലോ എന്നോർത്ത് ഞാൻ ആശ്വാസം കൊണ്ടു. മോൾക്ക് നല്ലൊരു ആലോചന വന്നെന്ന് കേട്ടല്ലോ. നല്ല പയ്യൻ, നല്ല കുടുംബം, നല്ല വിദ്യാഭ്യാസം. ഇത്രയുമായപ്പോൾ അവൾ ചിരിച്ചു. കൈ ഉയർത്തി തടഞ്ഞു. അത് മതിയോ ചേച്ചിയമ്മേ? പയ്യന് ഞാൻ അറിയണ്ടേ? എനിക്ക് യാതൊരു പരിചയവുമില്ലാത്ത ഒരാൾ. നമ്മളിങ്ങ് തിരുവല്ല, അവരോ അങ്ങ് കണ്ണൂർ. അവരെക്കുറിച്ച് അവർ പറഞ്ഞല്ലാതെ നമുക്ക് എന്തറിയാം? ഇനിയിപ്പോൾ കുറച്ചെടുത്ത് നിന്ന് വരുന്ന ആലോചനയാണെങ്കിലും എനിക്ക് വേണ്ട. കുട്ടി, കല്യാണം എന്ന് പറയുന്നത് 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധമല്ല, 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. ഞാൻ ഒരല്പം വിറച്ചുകൊണ്ട് പറഞ്ഞു. കല്യാണം കഴിക്കുന്ന വ്യക്തികൾ തമ്മിൽ പൊരുത്തമൊന്നും വേണ്ടേ ചേച്ചിയമ്മേ? അവൾ ചോദിച്ചു. അതൊക്കെ വിവാഹശേഷം ഉണ്ടാവും, ഞാൻ കൂട്ടിച്ചേർത്തു. എന്നിട്ട് ചേച്ചിയമ്മ ഹാപ്പിയാണോ? വല്യച്ഛൻ ചേച്ചിയമ്മയുമായുള്ള ജീവിതത്തിൽ ഹാപ്പിയാണോ? എന്തിനേറെ എൻ്റെ അമ്മയും അച്ഛനും പൂർണ്ണമായും സംതൃപ്തരാണോ? അവൾ നിന്ന് കിതച്ചു. ആണല്ലോ, ഞാൻ മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു. പച്ചക്കള്ളം. എന്നിട്ടാണോ അവർ ഇരുവരും വഴക്കിടുമ്പോൾ 25 വർഷമായി അനുഭവിക്കുന്നതിൻ്റെ കണക്ക് പറയുന്നത്? എനിക്ക് ഉത്തരം മുട്ടി. ഞാൻ വിറങ്ങലിച്ചു നിന്നു. ഇത് കേട്ടല്ലേ ഞാൻ ഇവിടെ കഴിയുന്നത്? ഇത്രയും അഡ്ജസ്റ്റ് ചെയ്ത് ആർക്കോ വേണ്ടി ജീവിക്കുകയാണെന്ന് സ്വയം അറിഞ്ഞിട്ടും ഇവരൊക്കെ എന്തിനാണ് സ്വന്തം പെൺമക്കളെ 10-20 വയസ്സ് കഴിയുമ്പോൾ മുതൽ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നത്? തെല്ലുനേരം ഒന്ന് നിർത്തി. അവൾ എന്നെ ഒന്ന് നോക്കി, എന്നിട്ട് തുടർന്നു. പിന്നെ എന്തിനാണ് ഇവരെല്ലാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിലേക്ക് മക്കളെയും കൊണ്ട് ചാടിക്കുന്നത്? എൻ്റെ മക്കൾ എന്നെപ്പോലെ ആകരുതെന്നല്ലേ ചിന്തിക്കേണ്ടത്? എന്തൊക്കെയാണ് ഈ കുട്ടി പറയുന്നത്? അവളുടെ വാദഗതികൾക്ക് എനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് നിന്റെ ഉദ്ദേശം? പൊടുന്നനെ ഞാൻ ചോദിച്ചു. എനിക്ക് വിവാഹം വേണ്ടപ്പോൾ ഞാൻ പറയാം. ഏതായാലും വിവാഹം കഴിക്കാതെയൊന്നും ഇരിക്കുന്നില്ല. ഇന്നലെ കണ്ട ഒരാളുടെ മുൻപിൽ താലി കെട്ടാനായി തല കുനിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്, അവൾ കൂട്ടിച്ചേർത്തു. ഞാൻ ഓർത്തു, ഇനി അവൾക്ക് വല്ല പ്രേമബന്ധവും? ഞാൻ ചോദിച്ചു, മോളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് ആ മുഖം ചുവന്നു. സമയമാകുമ്പോൾ ഞാൻ പറയാം. ചില്ലറ തട്ടലും മുട്ടലും ഇവിടെ നടക്കും. ചേച്ചിയമ്മ ഒപ്പം നിന്നോണം. എന്നുവെച്ചാൽ? ഞാൻ അമ്പരന്നു. എന്നുവെച്ചാൽ അച്ഛനും അമ്മയും ചിലപ്പോൾ എതിർക്കും. സാരമില്ല, പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ കിട്ടി സാവധാനം മതിയെന്നേ. അവൾ എൻ്റെ അടുത്ത് വന്ന് കവിളിൽ ഒരു ഉമ്മ തന്നു. കുസൃതി കലർന്ന ചിരിയോടെ ചോദിച്ചു, ചേച്ചിയമ്മ ഇപ്പോഴും ഹരിമാമനെ ഓർക്കാറുണ്ടോ? ഞാനൊന്ന് ഞെട്ടി. താഴേക്ക് വീഴാതിരിക്കാൻ കസേരയിൽ പിടിച്ചു. കുട്ടി, എന്താ ചോദിച്ചേ? ചിലമ്പിച്ച ശബ്ദത്തിൽ ചോദിച്ചു. ഹരിമാമനെ, നമ്മുടെ ഹരിമാമൻ ഓർക്കാറുണ്ടോ ചേച്ചിയമ്മ ഇപ്പോഴും? ഈശ്വര, ഈ കുട്ടി എന്തൊക്കെയായി ചോദിക്കുന്നത്? ആരാ ഈ കുട്ടിയോട് ഇതൊക്കെ പറഞ്ഞു കേൾപ്പിച്ചത്? പകച്ചുപോയ എന്നെ നോക്കി അവൾ പറഞ്ഞു. പേടിക്കണ്ട, എന്നോടാരും പറഞ്ഞതൊന്നുമല്ല. ചെറുപ്പത്തിലൊരിക്കൽ ഹരിമാമൻ ഇവിടെ വന്നില്ലേ? അപ്പോൾ പൂമുഖത്തിരുന്ന് എല്ലാവരും സംസാരിച്ചപ്പോൾ
ചേച്ചിയമ്മ മുറിക്കുള്ളിൽ കഥകടച്ചിരുന്ന് കരയുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് അമ്മ വന്നപ്പോൾ നിങ്ങളുടെ സംസാരം ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ സംശയം തോന്നിയതാ. ഞാനൊന്നും പറഞ്ഞില്ല. നിറഞ്ഞു വന്ന കണ്ണുകൾ അവൾ കാണാതിരിക്കാൻ മുഖം തിരിച്ചു. അവൾ കൂട്ടിച്ചേർത്തു, ചേച്ചിയമ്മേ, സൗന്ദര്യം, വിദ്യാഭ്യാസം, പണം, തൊഴിൽ, കുടുംബം ഇതൊന്നുമല്ല വിവാഹ ജീവിതത്തിൻ്റെ സന്തോഷം നിർണ്ണയിക്കുന്നത്. പ്രണയം അതൊന്നു മാത്രമാണ്. അതില്ലെങ്കിൽ മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല. പിന്നെയെല്ലാം ഒരുതരം കാട്ടിക്കൂട്ടലാണ്, അതായത് അഡ്ജസ്റ്റ്മെൻറ്റ്. അവൾ 2 വിരലുകൾ ഉയർത്തി വായുവിൽ ഒരു വൃത്തം വരച്ചു. മൃദുവിനെ കിട്ടില്ല അതിന്. മേശപ്പുറത്തിരിക്കുന്ന സ്കൂട്ടറിൻ്റെ ചാവിയെടുത്ത് വിരലിലിട്ട് കറക്കി അവൾ താഴേക്ക് പോകാൻ തിരിഞ്ഞു. ചേച്ചിയമ്മ ഇന്ന് പോകരുത് കേട്ടോ, എനിക്ക് കുറേ ചോദിക്കാനുണ്ട് ഹരിമാമയെ പറ്റി. അവൾ നിഷ്കളങ്കമായി ചിരിച്ച് പടികൾ ചാടിയിറങ്ങി. ഞാൻ എന്തു പറയണം മൃദു നിന്റെ അമ്മയോട്? പിറകെ ചെന്ന് ചോദിച്ചു. ചേച്ചിയമ്മ, ഒരാളെ മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റൊരാളുടെ കൂടെയുള്ള ജീവിതം വലിയ ബുദ്ധിമുട്ടാണ്. ഉള്ളിൽ തട്ടിയ പ്രണയമാണെങ്കിൽ ദിവസത്തിൽ പല ആവർത്തി ആ മുഖം മനസ്സിലൂടെ കയറിയിറങ്ങും. എന്തൊരവസ്ഥയാണത്! പിന്നെ അവനവനെ തന്നെ വഞ്ചിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമുണ്ട്. എന്തൊരു ദുസ്സഹമാണ്! അവൾ തുടർന്നു. പിന്നെ എല്ലാം തികഞ്ഞൊന്നും ആർക്കും കിട്ടില്ലെന്നേ. എന്തൊക്കെയായാലും ചോയ്സ് നമുക്കുണ്ടല്ലോ. അതിനെന്താ വേണ്ടത്? മാന്യമായ ഒരു ജോലി, നല്ല ഒരു ബാങ്ക് ബാലൻസ്, അച്ഛൻ്റെയും അമ്മയുടെയും സഹായമില്ലാതെ തന്നെ വേണമെന്നത് എനിക്ക് നിർബന്ധമുണ്ട്. അവരെനിക്ക് നല്ല വിദ്യാഭ്യാസം തന്നു, അതുകൊണ്ട് തന്നെ ജോലിയെടുത്ത് അവരെ സഹായിക്കുകയും വേണം. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ഇഷ്ടം പറയും. അപ്പോൾ അവർ സമ്മതം മൂളൂ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും. അവൾ എനിക്കൊരു ഉമ്മയും കൂടി തന്ന് കയ്യും വീശി കാണിച്ച് ഓടിപ്പോയി. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാര്യം, വ്യക്തമായ അഭിപ്രായം, സ്വതന്ത്ര ചിന്താഗതി, മാതാപിതാക്കളെ സഹായിക്കാനുള്ള മനസ്ഥിതി, ഇതൊക്കെ 10-26 വർഷം മുമ്പ് തനിക്കുണ്ടായിരുന്നുവെങ്കിൽ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മകൻ ഹരിയുമായുള്ള തൻ്റെ ദീർഘകാല പ്രണയം എങ്ങും എത്താതെ പോകില്ലായിരുന്നു. അദ്ദേഹം ഈ പ്രായത്തിലും വിവാഹം കഴിക്കാതെ ഇരിക്കുമായിരുന്നില്ല. ഹരിമാമയെ ഓർക്കാറുണ്ടോ എന്ന് കുട്ടി ചോദിച്ചത് കേട്ടില്ലേ? മറന്നിട്ട് വേണ്ടേ കുട്ടി? ഓരോ ദിവസവും എത്രയോ പ്രാവശ്യം ആ മുഖം, ആ നോട്ടം, ആ ചിരി, ഓരോ ശ്വാസത്തിലും ആ മുഖം. വിനയേട്ടനോടൊപ്പം ജീവിച്ച് ഹരിയേട്ടനെ ഓർത്തുകൊണ്ട് തന്നെപ്പോലെ എത്ര പേരുണ്ടാകും ഇങ്ങനെ? കണ്ണീർ മിഴികളെ മൂടിയപ്പോൾ സാരിത്തുമ്പുകൊണ്ട് ഞാൻ കണ്ണു തുടച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.